ഇത് പൊട്ട കൂനാണ് ഗൈസ്, കണ്ടോ ഗൈസ്, ഇത് അതല്ലാത്ത കൂനുണ്ട്. കണ്ണീച്ച് നോക്കുമ്പോൾ തന്നെ നമ്മൾ ക്യാമറനെയാണ് തിരിഞ്ഞ്, നമ്മളെ ഫോണിനെയാണ് തിരഞ്ഞത് കേട്ടോ. ഇന്നിപ്പോൾ അത് കണ്ണ് നീച്ച് തിരുമ്പി വന്നപ്പോൾ തന്നെ ക്യാമറയും പൊത്തി പൊടിച്ചിട്ട് ഇന്ന് ഫുള്ളായിട്ടാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇറങ്ങി പോകുന്നതാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ല, തട്ടി മുട്ടിയൊക്കെ തന്നെയാണ് പോണത്. അപ്പോൾ എല്ലാവരും നമ്മളെ വ്ളോഗ് തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് പറഞ്ഞു തുടങ്ങണ്ട കേട്ടോ. എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നുണ്ട്. മഴയാണ്, നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോൻ്റെ വെയിലും കാര്യങ്ങളും നോക്കണ്ട, അത് 2-3-4 ദിവസം മുന്നത്തെ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സേഫ് അല്ലേ? മഴയൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ നിൽക്കുക, എല്ലാവരും ഒരു മുൻകരുതലോട് കൂടി നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാനും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇപ്പോൾ പുഴയിൽ കുറച്ച് അധികം വെള്ളമൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ മഴയൊന്നും നിൽക്കണില്ലല്ലോ. അപ്പം അങ്ങനെയാണുള്ളത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയറൊക്കെ ചെയ്തിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് നേരത്തെ കാലത്തെയാണ്. നീച്ചപ്പോൾ തന്നെ ഞാൻ ചോറിന് വെള്ളം വെച്ചു, ചായക്ക് വെള്ളം വെച്ചു. അപ്പോൾ കുഞ്ഞാരനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊന്ന് പല്ലൊക്കെ തേച്ച് വരട്ടേന്ന് വിചാരിച്ചു. ചോറിനും ചായക്കും വെള്ളം വെച്ച് കഴിഞ്ഞാലാണ് പല്ലേക്കാൻ പുറത്തിറങ്ങുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ തിളക്കണ വരെ ഒന്ന് പല്ലേക്കാലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ ഇതാൽ നമ്മളെ പൂച്ചക്കുട്ടി ഇരിക്കും, നമ്മളെ പൂച്ചക്കുട്ടിയല്ല, പൂച്ചക്കുട്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് നാട്ടി വിട്ട്. അപ്പോൾ ഇന്ന് കുറച്ച് തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ആറ്റിലും ചീറ്റലൊക്കെ തന്നെയാണ് ഇട്ടുള്ളത്. കൂട്ടത്തിൽ ഇടിയും കൂടി മൊട്ടുണ്ട്, നല്ല ഇടിയും മൊട്ടുണ്ടല്ലോ. മിന്നലും കാര്യങ്ങളൊന്നുമില്ല, കൂനിടിയാണെന്ന് പറയണേക്കാം. ഏതായാലും കൂന് ഇത് ഇക്കൊല്ലം ഏതായാലും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ കിട്ടുവയ്ക്കാരൊന്നുമില്ല, കഴിഞ്ഞ കൊല്ലം വരെ കിട്ടിയിട്ടുണ്ട്, ഇക്കൊല്ലം കൂവും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ചക്കനോട് പറഞ്ഞ പോലെ തന്നെ ചക്ക ഒരു സീസണിലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതേപോലെ തന്നെ നട്ട് നനക്കാത്ത ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് നമ്മളെ കൂനും കൂടിയില്ലേ. അപ്പോൾ നാടൻ കൂന് കേട്ടോ, അല്ലാത്ത കൂനല്ല, നാടൻ കൂന്. അപ്പം അങ്ങനെ അതും കൂടി കിട്ടിയിട്ടില്ല. ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരാം, മൂപ്പർക്ക് ഏതായാലും കിട്ടില്ല. അപ്പം ആരെങ്കിലും കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ പല്ലൊക്കെ തേച്ച് വേഗം വന്ന് അരിയൊക്കെ ഇട്ട് ചായക്ക് പൊടിയൊക്കെ ഇട്ടാണ്ട് വേഗം ഉപ്പേരിക്ക് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പേരിക്ക് വേഗം നന്നാക്കട്ടെ. രാത്രി ഒന്നും നന്നാക്കിയൊന്നും വെച്ചതൊന്നുമില്ല. ബീട്രൂട്ട് ഉപ്പേരി വെക്കാമെന്നാണ് വിചാരിച്ച്. അപ്പോൾ ഇതിൻ്റെ ചോട്ടിൽ തന്നെ തണുപ്പുണ്ടല്ലോ, ചെറുമട്ടത്തിലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അടുപ്പിൻ്റെ ചോട്ടിൽ തന്നെ നന്നാക്കാതിരുന്നാലും രണ്ടുണ്ട്, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ, അമ്മാതിരിയാവും കേട്ടോ. അപ്പോൾ ഒരു സുഖമാണ് ഇവിടെ ഇങ്ങോട്ട് ഇരുന്നാലുണ്ടായിരുന്നു, നല്ലൊരു സുഖമാണ്, നല്ലൊരു ചൂടും ഉണ്ടാവുകയും നമ്മളെ പണി കഴിയുകയും ചെയ്യും. അങ്ങനെയാണില്ലേ അല്ലേ? അപ്പോൾ പണ്ടൊക്കെ അങ്ങനെ തന്നെയാണ്, ഇങ്ങനെ പൊന്തിച്ചില്ല അടുപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നിലത്തല്ലേ ആ അടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ചായ ഉണ്ടാക്കി കുടിക്കുക, അവിടെ നിന്ന് തന്നെ വെറ്റിലെന്ന്, അതൊക്കെ തന്നെയാണ് എൻ്റെ തല തൊട്ട ആൾക്കാർ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെറ്റിലപ്പൊതിയൊക്കെ കൊണ്ടിട്ട് അങ്ങോട്ട് ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ചായയും ചൂടാക്കും, കട്ടൻ ചായയും കുടിച്ചും വർത്താനവും പറയും. അങ്ങനെ രസമായിരുന്നു അത് കേട്ടോ. ഇപ്പം അങ്ങനെയൊന്നും കാണാനൊന്നും കിട്ടാനില്ലല്ലോ. അപ്പോൾ വയസ്സായവരും കമ്മിയാണ്. അപ്പം ഞാനെന്തപ്പോൾ പറഞ്ഞുകൊണ്ട് നിന്ന്, അപ്പോൾ പറഞ്ഞ വിഷയത്തിൽ നിന്ന് നമ്മൾ തന്നെ മാറിയിട്ടുണ്ട്. നമ്മളെ വിഷയം എന്ന് പറഞ്ഞാൽ അടുക്കളപ്പണിയാണ് കേട്ടോ. ഏറെക്കുറെ ആൾക്കാർക്ക് നമ്മൾ അടുക്കളയുടെ പണികളൊക്കെ ഇഷ്ടമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അല്ല വ്ളോഗിൽ നമ്മളെ മെസ്സേജായിട്ട് എന്തൊക്കെയോ ഒന്നൊരു വട്ടം കറങ്ങലുണ്ട് കേട്ടോ. നമ്മൾ പറച്ചിലിനൊക്കെ എന്തൊക്കെയോ ഒരു വട്ടം കറങ്ങലുണ്ട്. അപ്പം അങ്ങനെ മെസ്സേജായിട്ട് അറിയിച്ചപ്പം ഒരു സന്തോഷമുണ്ട് കേട്ടോ. നമുക്കത് കേൾക്കുമ്പോൾ സന്തോഷമാണല്ലോ. നമ്മൾ എടുക്കണ പണി വീട്ടുകാരെ ഏതായാലും അംഗീകരിക്കൂല. അപ്പം നിങ്ങളാരെങ്കിലുമൊക്കെ അംഗീകരിക്കണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ. പിന്നെ അതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടുത്തെ ഒരേതായാലും നമ്മളെ വക വെക്കണില്ല. അപ്പോൾ നിങ്ങളെങ്കിലും വക വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ കണ്ട് സഹകരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം തന്നെയാണ് എനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതാക്കുന്നത്, ഇടയ്ക്കും തലക്കെങ്കിലും ഒരു വീഡിയോസായിട്ട് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. ഇപ്പം മഴയൊക്കെ പെയ്ത് ഇങ്ങനെ ചോരുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്, വെയിൽ വരുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ് കാലാവസ്ഥ ഉള്ളത്. അപ്പോൾ എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയൊക്കെയോ വരാനുണ്ട്, അതാണിപ്പോൾ സൂചന നൽകണമെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ചോറ് ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പണി ചോദിച്ചാൽ ഉപ്പേരി ഇതാക്കണം, തേങ്ങയൊക്കെ ഇട്ട് ഞാൻ ചെറിയുള്ളിയല്ല നമ്മളെ വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കൂടി ഇടും കേട്ടോ. അപ്പോൾ ഈ ഒരു കുത്തൽ ചൊയ ഉണ്ട് കേട്ടോ, ഈ ബീട്രൂട്ടിന് ഒരു വേറൊരു ചൊയ ഉണ്ട്. അപ്പോൾ അത് മാറാനായിട്ട് ചെറിയൊരു വെളുത്തുള്ളി അല്ലി ഒന്ന് കുത്തിയിടും, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകലുണ്ട്. അങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി അതൊന്ന് വാങ്ങി വെക്കാം. ഇന്നിപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പരിപാടി ഉള്ളത്. ഇനി 8 മണിക്കാണേ, 8 മണിക്ക് എത്തൂല, 8:15 8:20 ഒക്കെ ഇവിടെ എത്തുള്ളൂ. 8 മണിക്ക് ഇന്ന് SPC ഉണ്ട്.
8 മണിക്ക് SPC. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് കുഞ്ഞാറ്റയ്ക്ക് ഇത്തിരി മടിയുണ്ട് കേട്ടോ. ഇന്ന് SPC ഉള്ള ദിവസമാണ്. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ് കേട്ടോ. ഇത് ബുധനാഴ്ചക്കത്തെ വീഡിയോസാണ്. ബുധനാഴ്ചയാണ് നമുക്ക് SPC ഉള്ളത്. SPC ഉണ്ടായിട്ട് ഇന്നിപ്പോൾ യൂണിഫോം ഇടാനായിട്ട് കാക്കി ഡ്രസ്സാണ് ഇടേണ്ടത്. അത് ഇടാനായിട്ട് മൂപ്പത്തിയേക്ക് ഇത്തിരി മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വയറുവേദനയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ കാക്കി ഇടുന്നില്ല എന്ന് ടീച്ചറോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ അച്ഛൻ കൊണ്ടാക്കി കൊടുക്കാനാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. അച്ഛനിപ്പോൾ പണിയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ സുഖമായിട്ട് വരുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് എന്നുള്ളത്. സുഖമായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു വട്ടം കൂടി ഡോക്ടറെ കാട്ടണം. 3 ആഴ്ചത്തെ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നല്ലോ ഓപ്പറേഷൻ കഴിഞ്ഞപ്പം. അപ്പോൾ എന്തിൻ്റെ ഓപ്പറേഷനാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരൊക്കെയോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പർക്ക് ചെറുതായിട്ട് പൈൽസിൻ്റെ ഓപ്പറേഷനാണ് കഴിഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ ഏകദേശം കഴിഞ്ഞു. അതിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വട്ടം കൂടിയും ഡോക്ടറെ കാട്ടണം. അങ്ങനെ മൂപ്പര് ഓളെ കൊണ്ടാക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വയറുവേദന എടുത്തിട്ട് കാരണം സ്കൂൾക്ക് പോകണില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഓല് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കേട്ടാന്ന് ചോദിച്ചാൽ വാഴേക്കാണ് പോണത്. അപ്പോൾ ഞാൻ എന്തൊക്കെയോ ചെറുമട്ടത്തിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂനുണ്ടോ നോക്കട്ടെ എന്ന് വിചാരിച്ച് പോകുന്നതാണ്. എല്ലാവരും ഫോണിൽ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസൊക്കെ കാണാം കൂന് കിട്ടിയതൊക്കെ. അപ്പോൾ ഞമ്മക്കാണെങ്കിൽ ഇതുവരെയായിട്ടും കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഞാനായിട്ടാണ് തിരഞ്ഞു നോക്കിയത്. ചിലപ്പോൾ കിട്ടിയാലോ എന്നുള്ള ഇതിലാണ് ഞാൻ പോയി തിരഞ്ഞു നോക്കണം. മൂപ്പര് പിന്നെ ഒരു 3-4 ദിവസം 5-6 ദിവസമായി ഇത് കൂന് തിരഞ്ഞ് നടക്കണത്. ഇതുവരെ ഒരു കൂൻ്റെ പൊട്ടും കൂടിയും കിട്ടിയിട്ടില്ല. അങ്ങനെ മഴ ഒന്ന് ചോർന്ന നേരം നോക്കി ഞാനിങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. വാഴയൊന്ന് കാണും വേണം. അപ്പോൾ പന്നിയാൾ വിളയാട്ടം ഉണ്ടായതുകൊണ്ടേ കമ്പി കാര്യങ്ങളൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ. ഷോക്കൊന്നും ഇടൂല. കമ്പി വെറുതെ ഒന്ന് വെച്ചാണ്ടല്ലോ. അപ്പോൾ ഓൽക്കും തന്നെ ഒരു പേടി ഉണ്ടാവുമല്ലോ. അപ്പോൾ കമ്പി ഇട്ടിട്ടില്ല. ഇങ്ങനെ പച്ചശീറ്റേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ വാഴൻ്റെ പണി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വട്ടം വളം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പോരാത്തതിന് കുറച്ച് വാഴകൾ മാറ്റി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാതും നന്നായി വളരണമെന്നില്ലല്ലോ. അപ്പോൾ ചിലതൊക്കെ ഒരു മുരടിച്ചോണ്ടേ കാരം. അപ്പോൾ അതിനൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെ വെക്കുന്ന ആ ഒരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ കൂൻ തിരഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ സത്യത്തിൽ പോന്നിട്ടുള്ളത്. നമ്മളല്ല, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചോറ് ഉപ്പേരി ആയിട്ടുണ്ടല്ലോ. ചായക്ക് ഇന്ന് കടിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവിടെ കുറച്ച് അവിലും ബ്രെഡും മിച്ചറും അങ്ങനെ കണ്ടൊക്കെ ഉണ്ട്. അതൊക്കെ രാവിലെ തിന്നാന്നാണ് വിചാരിച്ചേ. ഇപ്പം കുറച്ച് തെളിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഞാനൊന്ന് തിരഞ്ഞു നോക്കട്ടെ കിട്ടുമോ എന്നുള്ളത്. അപ്പം ഏറെക്കുറെ ഞാനിത് കണ്ടപ്പം ഒരു സന്തോഷിച്ചിട്ടോ. അതായത് കിട്ടി, എനിക്കും കിട്ടിയിരിക്കണം. ഈ ഒരു കൊല്ലത്തേന്ന് കിട്ടിയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അതൊരു പൊട്ട കൂനാട്ടോ, പ്രാന്ത കൂനാണുള്ളത്. അതൊന്നൊക്കെ തിന്നാൽ ചിലപ്പം നമ്മൾ വടിയായി അങ്ങോട്ട് പോകും. അപ്പോൾ ഞാൻ ഈ തോട് മുഴുവൻ തിരഞ്ഞു നോക്കിയിട്ട് ഒരു കൂനിൻ്റെ പൊട്ടും കൂടിയും കണ്ടില്ല. പക്ഷെ ഇതേപോലത്തെ ഒരു വേണ്ടാത്ത കൂനുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മത്തന് പറിച്ചാലോ എന്ന് വിചാരിച്ചു. അതിലാണ് മത്തൻകായ് കണ്ടത്. അപ്പോൾ അതും പറിച്ചില്ല. മത്തൻ്റെ ഇല പറിച്ചാലോ എന്ന് വിചാരിച്ചതായിരുന്നു. മത്തൻകായ് കണ്ടപ്പോൾ അതും തൊട്ടില്ല ഞാൻ. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഈ വേലിയിടക്കിൽ ഇതാ ഇഷ്ടംപോലെ കൂനുണ്ട്. പക്ഷെ അതൊന്നും തിന്നാൻ പറ്റാത്തതാണ് കേട്ടോ. അപ്പോൾ തിന്നാൻ പറ്റാത്തത് നമ്മൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെ തിന്നാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇതിൻ്റെ കാലൊന്നും ചെറിയ കാലം കേട്ടോ. വണ്ണല്ല കാലാണെങ്കിലാണ് നല്ല കൂന് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണുള്ളത്. അപ്പം ഞാൻ കാലുമല്ല അല്ലാതെ ചളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് കഴുകി. ഇതിപ്പോൾ നമ്മളെ അമ്മോൻ്റെ മകൻ്റെ വീടാണ് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് തിരഞ്ഞു നോക്കി കിടക്കണത്. വല്ല കൂനുണ്ടോയെന്ന് എല്ലാവരും തിരഞ്ഞു നോക്കിയതിൻ്റെ ബാക്കി ആ ഭാഗത്താണ് ഞാൻ തിരഞ്ഞു നോക്കണത്. അപ്പോൾ എല്ലാവരും തിരഞ്ഞൊക്കെ നോക്കി ഒഴിവാക്കിയ സ്ഥലത്ത് ചിലപ്പോൾ കിട്ടിയാലോ, ചിലപ്പം ബിരിയാണി വിളമ്പിയാലോ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പോയി നോക്കിയത്. ശരിക്കും തന്നെ കിട്ടിയിട്ടില്ലേന്ന്. അങ്ങനെ ഞാൻ എന്താക്കണം, ബിരിയാണി അല്ല, നമ്മളെ കൂനില്ലാതെ അങ്ങോട്ട് തിരിച്ച് പോന്നിട്ടുണ്ട്. മഴ അപ്പോഴത്തേനും ചാറ്റൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചാറുന്നുണ്ട്. അപ്പോൾ ഇപ്പം അങ്ങനെ തന്നെയല്ലേ, ചെറുതായിട്ട് ചാറ്റി ചീറ്റി തന്നെയാണ് വലിയതാകണത്. പോരാത്തതിനൊരു ഓണം വരാനുണ്ടല്ലേ. ഓണത്തിൻ്റെ മുന്നേ ഇതാക്കണ് ഈ ഒരു മഴ അങ്ങോട്ട് പോയാലാണ് ഓണമൊക്കെ ഒന്ന് ഉഷാറാക്കാൻ പറ്റുള്ളൂ. ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. ഞാൻ വന്ന കാര്യം ഏതായാലും സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ പുഴയിലൊന്ന് പോയി എറ്റേന്ന് വിചാരിച്ചു. ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. ആരും ഒന്നും ഇല്ലാനും. വെള്ളം നോക്കിയപ്പോൾ വെള്ളം ഇതാക്കണത് നല്ല ഉഷാറായിട്ട് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കലക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ പുഴയിൽ നിന്ന് കുളിക്കാൻ പറ്റൂല, ഒത്തിരി കലക്കുണ്ട്. പിന്നെ വെള്ളം വേറിയും വരുവാണ്. അപ്പം പുഴ ഇതാക്കണത് നമ്മളെ ചാലിയാർ ഇതാക്കണത് സമാധാനത്തോടെ ഒഴുകുന്നുണ്ട്. ഇനി എപ്പോഴാണ് ഒരു രൗദ്രഭാവം വരിക എന്ന് പറയാൻ പറ്റൂല കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ടാണ് വെള്ളമാണെങ്കിൽ നല്ല തെളിവുണ്ട് കേട്ടോ. അവിടുന്ന് മേലെ നിന്ന് നോക്കുമ്പോഴാണ് കലക്കായിട്ട് തോന്നുന്നത്. എടുത്തേക്ക് വരുമ്പോൾ വലിയ കലക്കൊന്നുമില്ല,
പക്ഷെ കല്ലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അക്കരയാണെങ്കിൽ പാറയും കുല്ലുണ്ട്, ഇക്കരെ പാറയും കാര്യങ്ങളൊന്നുമില്ല അലക്കാനായിട്ട്. കല്ല് പിടിച്ചിട്ടിട്ട് തന്നെ വേണം. അപ്പോൾ ആരും ഇല്ല കേട്ടോ. കുറച്ച് മീൻപിടുത്തക്കാരുണ്ടായിരുന്നു താഴെയല്ലേ വലയൊക്കെ ഇടാനായിട്ട് വന്നതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ചൊന്ന് വീഡിയോ എടുത്ത് ഒരു തോണി ഇതാക്കണം, വെള്ളം കാത്ത് ഇങ്ങനെ കരയത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം വന്നാലും ഇങ്ങോട്ട് വെള്ളത്തിൽ കറങ്ങും തോണി. അങ്ങനെ ഞാനും തന്നെ തിരിച്ചു പോകുന്നുണ്ട്. തിരിച്ചു പോകുന്നപ്പോൾ തന്നെ മഴയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീടും പുഴയായിട്ട് ഒരു 5 മിനിറ്റ് നടക്കാൻ തന്നെ ഉള്ളൂ കേട്ടോ. ഒരു ഏറിയയിൽ ഒരു 10 മിനിറ്റ് നടക്കാനൊന്നുമില്ല, 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നടക്കാനുണ്ട്. അങ്ങനെ മൂപ്പര് ഇതാ ഇന്നെ തെരഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ തെരഞ്ഞു വരികയാണ്. ഇതുപോലെ ഒരു കൂലും കിട്ടിയിട്ടില്ല ഗായ്സ്. ഞാൻ പോവാണ്. മൂപ്പരെ ഒരു കവർ കിടക്കണുണ്ട്. അപ്പോൾ ഞാൻ ചൂണ്ടി വിളിച്ചിട്ട് കിട്ടിയില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ മഴ അങ്ങോട്ട് പോയിട്ടുണ്ട്. മഴ അങ്ങോട്ട് പോയിട്ട് കുറച്ചായിരം അങ്ങോട്ട് വെയിലങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു സമാധാനം ഉണ്ട്. പിന്നെ ഞാൻ വന്ന ബുക്കിനൊന്ന് കുളിച്ചു കേട്ടോ. ചെറുതായിട്ട് ഇവിടെ നിന്ന് തന്നെ അലക്കിയിട്ടൊന്ന് കുളിച്ച്. അതിൽ പിന്നെ മീൻകാരനായിക്കൂടാണ്ട് പോകണുണ്ടായിരുന്നു. അതിനെ കൈയിട്ട് മാടി വിളിച്ച്. അങ്ങനെ മീൻകാരനോട് വർത്താനം പറഞ്ഞ് മീൻ വാങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടോ. മീൻ നോക്കിയപ്പം ചെറുതായിട്ട് ഒരു അയിലുണ്ട്, പിന്നെ ഉള്ളത് ചെറിയ വത്തലുണ്ടല്ലോ, അതാണെങ്കിൽ നന്നാക്കിയാലും തീരൂല. അപ്പോൾ ഞാൻ അത് വേണ്ട വിചാരിച്ചാണ്ട് ഇത്തിരി അയില വാങ്ങിയിട്ടൊന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. കുറേ ദിവസമായി പൊരിച്ചിട്ട്. അപ്പോൾ ഒന്ന് പൊരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എത്തിപ്പാളി നോക്കി തന്നെയാണ്. പിന്നെ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കണത്. എന്നും കാണുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഈ ഒരു വെയിൽ ഇനിയിപ്പോൾ എപ്പോഴാണ് പോകുക എന്ന് പറയാൻ പറ്റൂല കേട്ടോ. അത്രയും നല്ലൊരു വെയിലാണ്. നല്ല ചൂടുണ്ട്. വരുന്ന വെയിലിനാണെങ്കിൽ നല്ല ചൂടുണ്ട്. മഴ പെയ്താൽ പിന്നെ നല്ല തണുപ്പുമാണ് അതിന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്തോ ഒരു മാതിരി കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും കാലാവസ്ഥേനെ കുറ്റം പറയാമല്ല, ഇല്ലതാണല്ലോ നമ്മൾ പറയുന്നത്. അങ്ങനെ ഇതാക്കണം. ഞാൻ മീൻ വാങ്ങിയോണ്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ചെന്നിട്ട് വേണം കറിക്ക് എന്തെങ്കിലും നോക്കുക. അപ്പോൾ വെള്ളരിയും പരിപ്പും വെക്കാമെന്ന് ഇന്നലെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായി വെള്ളരിയും പരിപ്പൊക്കെ വെച്ചിട്ട്. അപ്പോൾ വെള്ളരിയും പരിപ്പും കറിയും വെക്കുക. പിന്നെ മീൻ വാങ്ങിയിട്ടുണ്ടല്ലോ, അതും കൂടി പൊരിച്ചാൽ സമാധാനമായി. പിന്നെ ഉപ്പേരി ഉണ്ടല്ലോ, ഒക്കെപ്പാടാവുമ്പോൾ ഉഷാറാവും കേട്ടോ. ചോറിയിട്ട് ഉഷാറാവും. അപ്പോൾ മീൻകാരനോട് കടം പറഞ്ഞിട്ടാണ് പോരുന്നത്, നാളെ തരാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ നാളെ കൊടുക്കാം. കാരണം ഇപ്പം കയ്യിൽ പൈസ എടുക്കാനില്ല. അപ്പോൾ നാളെ ഏതായാലും കൊടുക്കാം, നീളമൊന്നുമില്ല കേട്ടോ. അങ്ങനെ മീനൊക്കെ വാങ്ങി വന്നിട്ട് ഇനിയിപ്പോൾ അതൊന്ന് നന്നാക്കി ഇനി പൊരിക്കാനുള്ള പരിപാടി നോക്കണം. അതിൻ്റെ ഇടയിൽ ഇത് കറി ഒന്ന് ആക്കിയെടുക്കണം. അങ്ങനെ മൂപ്പർക്ക് കഞ്ഞി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അന്ന് രാവിലെ ചായക്കൊന്നും കടിയില്ലാത്തതല്ലേ, അപ്പോൾ കഞ്ഞി കൊടുക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ കഞ്ഞിയും ഉപ്പേരി ഇതാക്കണം വിളമ്പി വെച്ചിട്ടുണ്ട്. ഞാൻ കറി ഉണ്ടാക്കണം. കറി ഉണ്ടാക്കാനായിട്ട് പരിപ്പും കുമ്പളങ്ങയല്ല വെള്ളരിക്കും ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടിയും ഇത്തിരി ഉപ്പിട്ടാണ്ട് പച്ചമുളകൊക്കെ ഇട്ടാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തേങ്ങയൊന്നും നിരക്കില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ അതാണ് മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്ന് ഒക്കെ കുഞ്ഞി അയില കേട്ടോ. കുഞ്ഞി അയിലയാണുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി മുളക് കൂട്ടി വെച്ച് ഇനിയിപ്പോൾ ഉച്ചക്കൽക്ക് ഇത് മാത്രം മതി. ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് ഇതൊക്കെ തന്നെ ഉണ്ടാകുള്ളൂ കേട്ടോ. വേറെ ചോറ് ഇല്ലെങ്കിൽ കുറച്ച് വെക്കാം, അത്ര തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ ഒന്ന് ചോറ് തിന്നണം. ഇതിൻ്റെ ഇടയിൽ നമ്മളെ വീഡിയോ ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഒരു തരി ചാക്ക് ഞാനിതാണ് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറി ഉണ്ടല്ലോ, ഒരു നാടൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടിയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് തിന്നാൽ മതി. അപ്പോൾ ഉപ്പേരി ഉണ്ട്, ചോറുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, കുടിക്കാനുള്ള വെള്ളമുണ്ട്. അങ്ങനെയാണുള്ളത്. അപ്പോൾ മീൻ ഇതാക്കുന്നത് തരിയോട് പൊരിക്കുക തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ 2 ട്രിപ്പ് പൊരിച്ച് വെച്ചു. ഇനിയിപ്പം 3-ാം ട്രിപ്പിന് പൊരിക്കാനുണ്ട് കേട്ടോ. ഇപ്പം ഏതായാലും പൊരിക്കണില്ല. എല്ലാതും കൂടി ഒപ്പം പൊരിച്ചാലുണ്ടല്ലോ എല്ലാതുമാണ് തിന്ന് തീർക്കും. അപ്പം പൊരിക്കാതൊക്കെ അല്ലേ നല്ലത്. ഇതിൻ്റെ ഇടയിൽ ഇത്തിരി വെയിൽ കണ്ടതല്ലേ. അപ്പോൾ മീനിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം അവിടെ ഒരു ചോരിനുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വീട് ചോരിനുണ്ടായിരുന്നു. അപ്പം ഇടയ്ക്കൊന്നും കല്ലോടും എല്ലാ ഭാഗത്തും ചോരിനുണ്ട്. പട്ടിക ഓടൊക്കെ കമ്മിയാണ്. ഇപ്പം ഈ കാണുന്ന സൗന്ദര്യമൊന്നും നമ്മളെ വീടിനില്ല. അതുകൊണ്ട് തന്നെ മൂപ്പര് അവിടെ വെയിൽ കണ്ടപ്പോൾ തന്നെ ഓട്ടും പുറത്ത് കയറിയിട്ട് അവിടെ ഒന്ന് പ്ലാസ്റ്റിക് വെച്ച് മറക്കാമെന്നാണ് വിചാരിച്ച്. പ്ലാസ്റ്റിക് വെച്ച് മറക്കുമ്പം ചോരൽ ഇത്തിരി കമ്മിയാകും കേട്ടോ. പൊതുവേ നമ്മളെ കിടക്കുന്നിടത്ത് മേലേക്ക് നോക്കിയാണ്ടല്ലോ കുറേ ചിത്രങ്ങൾ കാണാം, ചിത്രപ്പണികൾ കാണാം. എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മളെ ഈ ചോറിനപ്പം പണ്ട് പാള വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കവുങ്ങിൻ്റെ പാള ഉണ്ടല്ലോ, അതിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ ഇതേപോലത്തെ പോസ്റ്ററുകളാണ് ഒട്ടിക്കുന്നത്. അതാണെങ്കിൽ കുറച്ചും കൂടി ബലം ഉണ്ടാവുമല്ലോ. കീസു ആണോ നീ? കീസു ആണോ? കവർ മുറിച്ചേ അത് വെച്ചിട്ട് ഓടാണ്ട് വെച്ചാൽ മതി.
വെക്കണോ? വേണോ? കീസ് വേണോ?